ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. ഞാൻ രേവതി. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് സ്പെഷ്യൽ വിൻ്റർ കേക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്കൊരു ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ, മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 2-3 ഡ്രോപ്പ് മിക്സഡ് ഫ്രൂട്ട് എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മുടെ കേക്കിലോട്ട് വരില്ല. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് എടുത്തോളൂ. അതും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെയും പഞ്ചസാരയുടെ മിക്സ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊന്തി വരണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ആ മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഒരുപാട് ബീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് മോയിസ്റ്റ് ആയി പോകും നമ്മുടെ കേക്ക്. അപ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ആണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് ബട്ടറൊക്കെ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 180 ഡിഗ്രിയിൽ വെച്ചിട്ട് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ അനുസരിച്ചും ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് 2 പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് മാറ്റുകയാണ്. ചെറുതായിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം. അതിനുശേഷം 2 പാർട്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നൊന്നും ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലോട്ട് ഒരു 200 ഗ്രാം ക്രീം ചീസാണ് ചേർക്കുന്നത്. അത് റെഡിമെയ്ഡ് ക്രീം ചീസാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും ഞാൻ വീണ്ടും കാണിക്കും. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടാം. നല്ല ജ്യൂസി ആയിട്ടിരിക്കണം നമ്മുടെ കേക്ക്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്ക് ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സിലോട്ട് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു റിംഗ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് ഇനി ഒരു ജാമിൻ്റെ ഫില്ലിംഗ് ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ജാമിൻ്റെ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ജാമിൻ്റെ ഫില്ലിങ് കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ കേക്കിന്. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏറ്റവും അടിയിലത്തെ ലെയർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ മൊരിഞ്ഞ പോർഷൻ വേണമെങ്കിൽ മുറിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇവിടെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതന്നെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് റെഡ് ജെൽ ഫുഡ് കളറാണ് സൈഡ്സിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഭംഗിക്കാണ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ സൈഡ്സിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ ഇതിന്റെ മുകളിലും കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ചെറീസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറീസ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വെച്ച് കൊടുക്കുന്നത് റോസ്മേരി ആണ്. അപ്പോൾ ആ ഒരു വിന്റർ കേക്കിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റോസ്മേരി വെക്കാൻ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടാവും. ആ ഒരു റെഡ് ഗ്രീൻ കൂടെ കളർന്ന് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണല്ലോ. അതിനുശേഷം ആ ഒരു സ്നോയിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് തട്ടി കൊടുക്കണം മുകളിലായിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ വിന്റർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ലുക്കിൽ മാത്രമല്ല കേട്ടോ, ടേസ്റ്റിലും അടിപൊളി കേക്കാണ്. അപ്പൊ എപ്പോഴും ക്രിസ്മസ് ആയിട്ട് നമ്മൾ നോർമൽ കേക്കിനെക്കാട്ടിലും ഒന്ന് വെറൈറ്റി ഒക്കെ പരീക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വിന്റർ കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. വേണമെങ്കിൽ നിങ്ങളുടേതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.